ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബസിഡ് മാനിയാക് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ടീം KBRൻ്റെ കേരള ട്രാഫിക് മോഡ് വേർഷൻ 4 കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു കിടിലൻ ഐറ്റം തന്നെയാണ്. പോരാത്തതിന് നമ്മുടെ ബസ്സിൽ ഇപ്പോൾ സ്മാർട്ട് ട്രാഫിക്കും കൂടെ ഉള്ളതുകൊണ്ട് സംഭവം വേറെ ലെവലാണ്. അപ്പോൾ നമ്മുടെ ഗരാജിലെ ചേഞ്ചസ് ഒക്കെ കാണാം. നല്ല ആർട്ട് വർക്കും നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഥകളി അതുപോലത്തെ പടങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവേഴ്സിൻ്റെ എല്ലാം കോസ്റ്റ്യൂം അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടെ മാസ്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഡ്രൈവേഴ്സിൻ്റെയും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല കളർഫുൾ കോസ്റ്റ്യൂംസാണ് എല്ലാവർക്കും കൊടുത്തിരിക്കുന്നതും. അപ്പോൾ ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നമ്മുടെ വണ്ടിക്കകത്തുള്ള ചേഞ്ചസ്, ഹോണ്, എൻജിൻ സൗണ്ട്, പിന്നെ ബാക്കി വണ്ടികളിലുള്ള ചേഞ്ചസും മൊത്തത്തിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കാം എന്തൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ നിന്ന് തുടങ്ങാം. വണ്ടിയുടെ അകത്തുനിന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈവർ ക്യാബിനിൽ നമ്മുടെ വണ്ടിയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ നല്ല ഒരു അടിപൊളി GPS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലെയ്ലാൻഡിൻ്റെ ലോഗോ സ്റ്റിയറിങ്ങിൻ്റെ നടുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എൻജിൻ കൗളിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഫോൾഡ് പോലെ ഉണ്ടല്ലേ, അപ്പം അതുകൊണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റ് മഞ്ഞ കളറുള്ള ലൈറ്റാണ് വരുന്നത്. ഇനി നമുക്ക് വണ്ടിയുടെ ബ്രേക്ക് സൗണ്ടൊക്കെ ഒന്ന് കേൾക്കാം. റിവേഴ്സ് സൗണ്ടും വണ്ടിയുടെ ഹോണും കാര്യങ്ങളൊക്കെ കേൾപ്പിച്ച് തരാം. ഇനി നമുക്ക് ഹോണുകളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബ്രേക്ക് സൗണ്ട് പിന്നെ ഹോണുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇനി നമുക്ക് റോഡിൽ പോയി ബാക്കി വണ്ടികൾ നോക്കാം. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏത് ബസ്സാണെന്നൊക്കെ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. ഇനി റോഡിൽ പോയി നമുക്ക് കുറച്ച് വണ്ടികളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതേണ്ട അല്ല, അവിടെ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട്, ഒരു പിങ്ക് കളറിൽ. അടിപൊളി ഉണ്ട്. KSRTC മഹാരാജ വന്ന് എൻ്റെ കുറുക്കിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ലൈറ്റൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട്. നമുക്ക് വഴി മാർക്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതാണ്ട് പോകുന്ന പ്രൈവറ്റ് ബസ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്മാർട്ട് ട്രാഫിക്, പിന്നെ കേരള ട്രാഫിക് മോഡ്, ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണമല്ലേ. നമ്മൾ ആഗ്രഹിച്ച പോലൊരു ബസ്സിടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതൊന്നുമല്ല, ഇതൊക്കെ മേലെ ഇനി നമ്മുടെ ഗെയിം വളരും. ഇനി പുതിയ പുതിയ അപ്ഡേറ്റ്സിൽ എന്തൊക്കെ വരാനിരിക്കുന്നു എന്ന് ആർക്കറിയാം അല്ലേ. അപ്പോൾ അതേണ്ട ഇവിടെ ഒരു പ്രൈവറ്റ് ബസ് വേണ്ട പോകുന്നുണ്ട്. ഇപ്പോൾ സ്മാർട്ട് ട്രാഫിക്കും കൂടെ വന്നതിന് ശേഷം ഇവരെയൊക്കെ ചേസ് ചെയ്ത് പിടിക്കാൻ കുറച്ച് പാടാണ്. വേണ്ടേ, നല്ല സ്പീഡ് അവർക്കൊക്കെ ഇപ്പം. പിന്നെ ആ ഒരു വളവിലുള്ള ആ മതിലിൽ പരസ്യം പതിച്ചിട്ടുണ്ട്. നമ്മുടെ അംബുജ സിമെൻറ്റിൻ്റെ പരസ്യമാണ് ഇവിടെ ഉള്ളത്. ഇതിനു മുമ്പ് ഇറങ്ങിയ ഒരു ട്രാഫിക് മോഡിൽ, ഒരു കേരള ട്രാഫിക് മോഡിൽ അവിടെ രാംകോ സിമെൻറ്റിൻ്റെ പരസ്യമായിരുന്നു. ഈ പ്രാവശ്യം അംബുജ സിമെൻറ്റിൻ്റെ പരസ്യമാണ്. പിന്നെ അതാണ്ട് സ്കീ ഐസ്ക്രീമിൻ്റെ ഡെലിവറി വാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് അടുത്ത് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ മതിലിൽ പരസ്യമുണ്ട്. പിന്നെ അതാണ്ട് സ്കീ ഐസ്ക്രീമിൻ്റെ ഡെലിവറി വാൻ, പിന്നെ KSRTC മഹാരാജ പോകുന്നുണ്ട്. പിന്നെ അതാണ്ട് നമ്മുടെ ലോറിയുണ്ട്. പിന്നെ നമ്മുടെ അടുത്തതായിട്ട് നമ്മുടെ അതാണ്ട് അവനെ അവിടെ കൊണ്ടിടിച്ച്, അവന് നേരെ പോകാനുള്ളതിന് വളഞ്ഞ് നമ്മുടെ ബസ്സിൽ തന്നെ കൊണ്ടിടിച്ചേക്കുന്നു. റബ്ബറയുടെ ഡെലിവറി വാനാണത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ട്രെയിനിനകത്തുള്ള ചേഞ്ചസ് എന്തോ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിൻ കാണാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി നമ്മൾ പമ്പിലൊന്ന് കയറുന്നുണ്ട് ഡീസൽ അടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീസൽ അടിക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ചടിക്കാം. ഡീസൽ ഡീസൽ ഡീസൽ. മോനെ, നമുക്ക് പെരുത്തിട്ടോയി. മോനൊന്നും പറയണമെന്നിരിക്കണം വേണ്ട, അല്ലാതെ നമുക്ക് പെരുത്തിട്ടോയി. മനുഷ്യനല്ലേ പുള്ളേ. അപ്പോൾ നമ്മുടെ റഷീദ് കാട ആ ഒരു ഡയലോഗ് നമ്മുടെ പമ്പിൽ കയറ്റിയിട്ടുണ്ട്. എന്തായാലും സംഭവം കൊള്ളാം, വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ട്രെയിൻ കാണാൻ വേണ്ടി പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രെയിൻ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയും അംബുജ സിമെൻറ്റിൻ്റെ പരസ്യവും കാര്യങ്ങളൊക്കെ മതിലിൽ പതിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ഉടനെ ട്രെയിൻ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വണ്ടിയുടെ ഡോർ അടഞ്ഞിട്ടില്ല, ഡോറൊന്ന് അടയ്ക്കട്ടെ. പിന്നെ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ ട്രെയിനിൻ്റെ കൂട്ട് നീല കളറിലെ ഒരു ലിവറിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവറിൻ്റെ ഡാൻസ് മൂവും പിന്നെ ചാട്ടവും കാര്യങ്ങളൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഈ ഒരു ഡ്രൈവറിൻ്റെ ആദ്യം കിട്ടുന്നൊരു ഡ്രൈവറിൻ്റെ ഉണ്ടല്ലോ, പുള്ളിയുടെ ചാട്ടവും ഡാൻസ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്രീക്കൻ ചേട്ടനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഡ്രൈവറിനെ സ്വിച്ച് ചെയ്തിട്ട് വരാം. വേറെ മറ്റേ ഡ്രൈവറിനെ കൊണ്ട് ഞാൻ വരാം. ഒരു മിനിറ്റ്.
അപ്പോൾ വേണ്ട നമ്മുടെ ആദ്യം കിട്ടുന്ന ഈ ഒരു ചേട്ടൻ്റെ ഡാൻസ് സ്റ്റെപ്പും ചാട്ടവും കാര്യങ്ങളൊക്കെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരനെയും കൊണ്ടൊന്ന് ഡാൻസ് കളിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ്ട് പുള്ളിക്കാരൻ്റെ പുതിയ ഡാൻസ് സ്റ്റെപ്പാണിത്. ജിങ്കിച്ചിക്ക ജിങ്കിച്ചിക്ക ഹൈ ഹൈ ജിങ്കിച്ചിക്ക ഹൈ ഹൈ. പുള്ളിയല്ലേ, പുതിയൊരു ഡാൻസ് മൂവാണ് പുള്ളിയുടെ, നൈസായിട്ടുണ്ട്. ഇനി പുള്ളിയുടെ ചാട്ടം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ട് ഇങ്ങനെ ചാടുമ്പോൾ കാരണം മറിഞ്ഞിങ്ങനെ തലകുത്തി മറിഞ്ഞുകൊണ്ടൊക്കെയാണ് പോകുന്നത്. മഴയുടെ കൂടെ മിന്നലും ഉണ്ടല്ലോ, KSRTC മിന്നൽ പോയ കാര്യം പറഞ്ഞാണേ. അപ്പോൾ പുതിയ ഡാൻസ് സ്റ്റെപ്പും ചാട്ടമൊക്കെ കണ്ടല്ലോ. ഇനി ഞാൻ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോഴുള്ള സൗണ്ട് ഞാൻ കേൾപ്പിച്ചില്ലായിരുന്നു, അതുകൂടെ ഒന്ന് കേൾപ്പിച്ചേക്കാവേ. അപ്പോൾ കേട്ടല്ലോ ആ ഒരു സൗണ്ട്, ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. പിന്നെ നമ്മുടെ ബസ്സിൽ കൊണ്ടുവന്നേക്കുന്ന മറ്റൊരു മേജർ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബസ്സിനകത്ത് പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം, സൈഡിൽ കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്, അകത്ത് കയറി കാണിച്ചു തരാം. കണ്ടില്ലേ, കുറേ പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ ടെക്സ്ചറും ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്കകത്ത് കുറേ പാസഞ്ചേഴ്സൊക്കെ ഉണ്ട്. എല്ലാവരും മാസ്കൊക്കെ വെച്ച് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കീപ്പ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ 2 പേര് എനിക്ക് തോന്നുന്നു ഒരേ വീട്ടിൽ നിന്ന് വന്നതായിരിക്കാം. അപ്പോൾ കണ്ടല്ലോ പാസഞ്ചേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സീറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടല്ലോ, പാസഞ്ചേഴ്സിനെ കണ്ടു, പിന്നെ പുതിയ ഡാൻസ് സ്റ്റെപ്പ്, ചാട്ടം, അതൊക്കെ കണ്ടല്ലോ. അപ്പോൾ നമുക്കൊന്ന് നൈസായിട്ട് റൂട്ടൊന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വന്നിട്ടുണ്ട്. സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ വേണ്ട കൊമ്പൻ അധോലോകം തന്നെ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ വേറൊരു കാര്യം, കുറേ റൂട്ടുകളൊക്കെ ഓഫ് റോഡ് ടൈപ്പ് ആക്കി മാറ്റിയിട്ടുമുണ്ട്. പിന്നെ ഇതുകൊണ്ട് നമ്മുടെ മെട്രോ ട്രെയിൻ പോകുന്നുണ്ട്, പഴയ കൂട്ട് തന്നെ, ലൈറ്റ് ബ്ലൂ കളറാണ്. പിന്നെ 2 പ്രൈവറ്റ് ബസ് ഉണ്ട്, നീല കളറിലെ പ്രൈവറ്റ് ബസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത് പോയി നോക്കാം. നല്ല ലുക്കുള്ള 2 അടിപൊളി പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ കിടപ്പുണ്ട്, നമുക്ക് അടുത്ത് പോയി നോക്കാം. കണ്ടില്ല, അടിപൊളി 2 പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൂട്ട് മാറ്റി പിടിച്ച് നോക്കാം. ഓക്കെ, വേറെ റൂട്ടിൽ വേറെ ഒരുപാട് ബസ്സുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ റോഡിലെ ടെക്സ്ചറും റോഡ് ഡിഫറൻസ് ഉണ്ട്, ലൈക്ക് ഓഫ് റോഡ് പോലത്തെ റോഡുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വേറൊരു സ്റ്റാൻഡിൽ വന്നേക്കുവാണ്, ഇവിടെയും കുറേ പ്രൈവറ്റ് ബസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതുപോലെ തന്നെ വേണ്ട അപ്പുറത്ത് 2 ടൂറിസ്റ്റ് ബസ്സും കിടപ്പുണ്ട്, ഏതാണെന്ന് നോക്കാം. അപ്പോൾ വേണ്ട നമ്മുടെ സ്റ്റാൻഡിലൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ജയഗുരു കിടപ്പുണ്ട്, വേണ്ട ജയഗുരു കിടപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് വണ്ണസ് കിടപ്പുണ്ട്, വണ്ണസ് ലിയോ കിടപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേണ്ട മതിലിലൊക്കെ കുറേ ആർട്ട് വർക്കും ലൈക്ക് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുമുണ്ട്. അപ്പോൾ വേണ്ട ജയ്ഗുരു ഉണ്ട്, വേണ്ട ഇവിടെ ജോസ്കോയുടെ ഒക്കെ പരസ്യവും ബ്രേക്ക് ദ ചെയിൻ്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ണസ് ലിയോ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വെളിയിലോട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വെളിയിലോട്ടിറങ്ങാം. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ ജയഗുരു കിടപ്പുണ്ട്, വണ്ണസ് ഉണ്ട്, പിന്നെ പിങ്ക് കളറിലെ 2 പ്രൈവറ്റ് ബസ് ഇവിടെ ആയിട്ടൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ബസ്സും കൊണ്ട് വെളിയിലോട്ട് പോകാം. വെളിയിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടെന്നും കൂടെ ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ടെക്സ്ചറും കളറൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ മാസ്റ്ററിലെ സോങ് വാത്തി കമ്മിങ് സോങ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ പിള്ളേരുടെ അലപ്പുറം മാറ്റിയിട്ട് ഈ ഒരു മ്യൂസിക്കാണ് ഇട്ടേക്കുന്നത്. മിക്കവാറുള്ള സ്റ്റാൻഡിൽ ഈ ഒരു മ്യൂസിക് കേൾക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പം കോപ്പിറൈറ്റ് ക്ലെയിം വരുവാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഈ ഒരു മ്യൂസിക് റിമൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പാട്ടിനനുസരിച്ച് വൈബായിട്ട് അടിപൊളിയായിട്ട് ഫുൾ എനർജിയിൽ ഡാൻസ് കളിക്കാം. യോ, എന്തായാലും നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ല അടിപൊളി മ്യൂസിക് തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ഫാൻസ് പിള്ളേർ ഇവിടെ KBRൻ്റെ പ്ലക്കാർഡൊക്കെ പിടിച്ച് ഇവിടെ നിൽപ്പുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മതിലിൽ ഫുള്ളായിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, എല്ലാം നല്ല HD പോസ്റ്റേഴ്സാണ്. എല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സാണ്. ഫുള്ള് നമുക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും, അങ്ങനെ ബ്ലറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ബിൽഡിംഗ് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലുള്ള ബിൽഡിംഗ് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്തെ മതിലിൽ ഫുള്ളായിട്ട് മാസ്റ്ററിൻ്റെയും പിന്നെ വേറെ കുറേ സിനിമയുടെയൊക്കെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും സമയമായി, ഇനി നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ഈ ഒരു ട്രാഫിക് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഈ ഒരു ട്രാഫിക് മോഡ് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കുന്ന ലിങ്ക് യൂസ് ചെയ്ത് ഈ ഒരു ട്രാഫിക് മോഡ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഫയൽ മാനേജർ ഓപ്പൺ ചെയ്യുക. ഫയൽ മാനേജറിനകത്ത് ഫോൺ സ്റ്റോറേജ് എടുക്കുക. ഫോൺ സ്റ്റോറേജിൽ നിങ്ങൾ നേരെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ആൻഡ്രോയിഡിൽ OBBയിൽ com.malio.bussimulator.id ഇതിനകത്ത് ഓൾറെഡി ഒരു OBB ഫയൽ കാണും. ഇത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം റീനെയിം കൊടുക്കുക. റീനെയിം കൊടുത്തതിന് ശേഷം ആ ഒരു ഫുൾ നെയിം, ആ ഫയലിൻ്റെ ആ ഒരു ഫുൾ നെയിം നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. എന്നിട്ട് ക്യാൻസൽ അടിക്കുക. ഓക്കെ, കോപ്പി ചെയ്ത് ക്യാൻസൽ ചെയ്തതിന് ശേഷം നേരെ ഫയൽ മാനേജറിൽ തന്നെ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ പോവുക. ഇൻറ്റേർണൽ സ്റ്റോറേജിനകത്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണും. അതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത OBB ഫയൽ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ ഡൗൺലോഡായി കിട്ടുന്ന ആ ഒരു ഫയൽ സിപ്പ് ഫയലായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ആ ഒരു സിപ്പ് ഫയൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യാൻ ആ ഒരു സിപ്പ് ഫയലിൽ നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് ഫയൽ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു OBB ഫയൽ നമുക്ക് എക്സ്ട്രാക്റ്റ് ആയി. ഇപ്പോൾ സിപ്പ് ഫയലിൻ്റെ അതേ പേരിലായിരിക്കും നമുക്ക് ആ ഒരു ഫയൽ എക്സ്ട്രാക്റ്റ് ആയി കിട്ടുക. അതുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ഇങ്ങനെ ഒരു ഫോൾഡർ കാണും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു OBB ഫയൽ കിട്ടും. ഇത് നിങ്ങൾ ലോങ് പ്രസ് ചെയ്യുക. അതിനുശേഷം മൂവ് ചെയ്യുക. ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ആൻഡ്രോയിഡിൽ OBBയിൽ com.malio.bussimulator.id എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അന്നേരം റീപ്ലേസ് ഫയൽ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് എനിക്ക് ഓൾറെഡി അതേ ഒരു പേരിൽ ഫയൽ കിടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ റീപ്ലേസ് കൊടുക്കുക. അതിനുശേഷം ഇത് ലോങ് പ്രസ് ചെയ്യുക. റീനെയിം കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഫയൽ ഫുള്ളായിട്ട് നിങ്ങൾ ഇത് മൊത്തം ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച സാധനം ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചുമന്ന ലെറ്ററിൽ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട, ക്യാൻസൽ അടിച്ച് വിട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഗെയിം ഓപ്പൺ ചെയ്യാൻ പറ്റും. അല്ലാത്തവരുടെ കേസിൽ നിങ്ങൾ സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. എന്തായാലും അടിപൊളി ഒരു കിഡിലൻ ഒരു ട്രാഫിക് മോഡ് തന്നെയാണ്. അടിപൊളി ഒരുപാട് ചേഞ്ചസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ട്രാഫിക് സിസ്റ്റവും KBRൻ്റെ ട്രാഫിക് മോഡും കൂടെ കൂടിച്ചേർന്നപ്പോൾ ഇപ്പോൾ സംഭവം വേറെ ലെവലാണ്, വേറെ വൈബാണ്. അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ലൈക്ക് പ്രൈവറ്റ് ബസ് ചേസ് അതൊക്കെ ഇനി നല്ല സിമ്പിളായിട്ട് റെക്കോർഡ് ചെയ്യാം. കാരണം സ്മാർട്ട് ട്രാഫിക് സിസ്റ്റം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കേരള ട്രാഫിക് മോഡും ഉണ്ട്. അപ്പോൾ സംഭവം എന്തായാലും എളുപ്പമായി. അപ്പോൾ ഈ ഒരു ട്രാഫിക് മോഡ് നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, ഇനിയും കുറേ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ആക്കി ഇടുക. എന്നാൽ മാത്രമേ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. സോ ഗൈസ് ടിൽ ദെൻ ബൈ. ഒരു മിനിറ്റ് ബൈ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ. ഞാനിപ്പം വേറൊരു സ്റ്റാൻഡിലെത്തിയപ്പോൾ ഇവിടെ SRS കല്ലട അതുപോലത്തെ ഒക്കെ ബസ് സർവീസുകാരുടെ ഒക്കെ ഓഫീസിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇതുപോലെ വെക്കുമല്ലോ. അപ്പം ആ ഒരു സംഭവം കൂടെ ഈ ഒരു സ്റ്റാൻഡിലുണ്ട്. അപ്പം ഓഫീസ് പോലെ. പിന്നെ ഞാൻ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു വണ്ടി കണ്ടത്. നമ്മുടെ കണ്ടെയ്നർ ലോറി ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. റെക്കോർഡ് ചെയ്ത സമയത്ത് ഈ ഒരു വണ്ടി കണ്ടതേ ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ കളിക്കാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു വണ്ടി കണ്ടത്. അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ ലോറിയിലും മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ട്. ആ ഒരു കണ്ടെയ്നറിൻ്റെ മണ്ടയ്ക്ക് ടാർപ്പ് പോലത്തെ സംഭവമൊക്കെ ഇട്ട് മൂടിയിട്ടുണ്ട്. വണ്ടിയുടെ ലുക്കേ ആകെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. വേറെ ലെവൽ ലുക്കൊക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് അടുത്ത് പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ ലോറി നല്ല ലുക്കാക്കി എടുത്തിട്ടുണ്ട്. ടാറ്റയുടെ എഞ്ചിൻ കൗളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത്, ഇപ്പോൾ ലാസ്റ്റിലായിപ്പോയി എന്നാലും പറയുകയാണ്, ഈ ഒരു ട്രാഫിക് മോഡിനകത്ത് എല്ലാ വണ്ടികളുടെയും ലിവറി അടിപൊളിയാണ്. നല്ല മികച്ച ലിവറിയാണ്. നല്ല HD ക്വാളിറ്റിയുള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മുടെ കണ്ടെയ്നർ ലോറിയിൽ ABT പാഴ്സൽ സർവീസിൻ്റെ കണ്ടെയ്നർ ലോറിയാണ്, അതിൻ്റെ ലിവറിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതും കൂടെ റെക്കോർഡ് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും ശരിക്കും ബൈ.